ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എസ് എം അക്കാഡമി. സോ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ ചെറിയൊരു വിഷയമാണ്, ഷോർട്ട് വീഡിയോ ആണ്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഒരു ഫാമിലിയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അല്ലെങ്കിൽ മിനിമം പാലിക്കേണ്ട ചില മര്യാദകളിൽ പെട്ട ഒന്ന് ഡെയിലി ടാസ്ക്. അതെങ്ങനെ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാം, അതല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഡെയിലി ടാസ്ക് വഴി നമ്മുടെ കുടുംബത്തിലേക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ സ്റ്റാർ മേക്കർ എടുക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ അവർക്ക് എല്ലാവർക്കും ഒരു ഫാമിലിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊന്നും പോകണ്ട. ലെറ്റ്സ് ഗോ ഡയറക്റ്റ്ലി ടു ദ ഡെയിലി ടാസ്ക്. ഡെയിലി ടാസ്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ സെക്ഷനിൽ ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന സൈഡിൽ ഇവിടെ തന്നെ ആയിരിക്കും കാണുന്നത്. സോ ഇവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. പ്രോഗ്രസ് ടാസ്ക്, വീഡിയോ ടാസ്ക് ആൻഡ് ഫാമിലി ടാസ്ക്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ് ഫാമിലി ടാസ്ക്. പ്രോഗ്രസ് ടാസ്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ മാറ്റം ഉണ്ടാകും. പ്രോഗ്രസ് ടാസ്കിൽ ചില കാര്യങ്ങളൊക്കെ താനേ വന്നിട്ടുണ്ടാകും, ചിലതൊക്കെ നമ്മൾ വാച്ച് വീഡിയോ ടു വിൻ റിവാർഡ്സ്, പ്ലേ എ ഗെയിം ആൻഡ് പോസ്റ്റ് എ കവർ, പബ്ലിക് കവർ. പബ്ലിക് കവർ എന്ന് പറയുന്നത് പാട്ടാവാം, ഫോട്ടോസ് ആവാം, അങ്ങനെ വീഡിയോസ് ആവാം, എന്ത് വേണമെങ്കിലും. സെൻഡ് എ ഗിഫ്റ്റ് ടു എനി യൂസർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുമ്പോൾ ഇത് ജസ്റ്റ് ക്ലെയിം ചെയ്യുക. ഇത് ഇപ്പോൾ നല്ലൊരിതാണ്. നമുക്ക് ഡബിളായിട്ട് വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലെയിം റിവാർഡ്സ് എഗെയിൻ എന്നുള്ള ഈ താഴത്തെ പച്ച ഞെക്കി കഴിഞ്ഞാൽ ഒരു പരസ്യത്തിലേക്ക് പോകും. ആ പരസ്യം കണ്ടു തീർക്കുന്നതോടുകൂടി അത് ഡബിളായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, സോ വീഡിയോ ടാസ്കുകളിലേക്കൊക്കെ നമുക്ക് ഓടിച്ച് തന്നെ കണ്ണോടിച്ച് പോകാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മാത്രം മതിയാവും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടും. ഈ കോയിനൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ഈ വീക്ക്ലി EXP ഗെയിമുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും വളരെ വേഗം തന്നെ ഫാമിലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമുകളുണ്ട്. നമുക്ക് ഗെയിമിലൊക്കെ ചെയ്യുമ്പോഴേക്കും വളരെ ഈസിലി നമുക്കിതൊക്കെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്, നമ്മുടെ ഗ്രോത്തിനും ഓഫ്കോഴ്സ് ഫാമിലിയുടെ ഗ്രോത്തിനും. ആൻഡ് യെസ്, ഇതാണ് മെയിൻ. സൈൻ ഇൻ ചെയ്യേണ്ടത് ആൻഡ് ഗോ. ഫാമിലിയിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു റഫ് മെസ്സേജ് വെറുതെ ഇടുക. സോ കണ്ടോ, അത് കംപ്ലീറ്റ് ആയി എന്നുള്ളത് വരും. നമുക്ക് ക്ലെയിം ചെയ്യാം. ഈ ഒരു സംഭവം ഈ ഹിറ്റ് വന്ന് കിടക്കുന്നത് ക്രൈസി മോൺസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ കൂടി കണ്ടത് ഡബിളാക്കാൻ ശ്രമിക്കുക. കേക്ക് ഇവൻ്റ് ഓരോ പുതിയ ഇവൻറ്റുകൾ വരും. അത് കേക്കായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ഇവൻറ്റുകൾ മാറുന്നതിനനുസരിച്ച് ക്രൈസി മോൺസ്റ്ററിലെ ടാസ്ക് മാറും. കോയിൻ ഉള്ളവർക്ക് കോയിൻ സ്പെൻഡ് ചെയ്തും എന്തിനെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും മീൻസ് ഇപ്പോൾ ഗെയിമുകളിലോ അങ്ങനെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ആഡ് കണ്ട് തന്നെ നമുക്ക് പോകാം. ഇപ്പോൾ ഇങ്ങനെ വന്നു. സോ ക്ലെയിം റിവാർഡ്സ് എഗെയിൻ ഡബിളായിട്ട് നമുക്ക് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആർട്സ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കൺഗ്രാജുലേഷൻസ് വന്നിട്ടുണ്ടാവും. ഈ കൺഗ്രാജുലേഷൻസ് വന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നത് വരെ അത് കിട്ടില്ല. സോ ഓക്കെ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ളതൊക്കെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. പിന്നെ ഇത് ആരും എടുക്കരുത് ഫാമിലിയിൽ. ദിസ് ഈസ് ഓൺലി ഫോർ ദ ക്യാപ്റ്റൻ. ഇതാരും എടുക്കണ്ട. ഇൻക്രീസി മോൺസ്റ്റർ ഇതൊക്കെ നമുക്ക് ഓക്കെ കൊടുത്ത് വിട്ടാൽ മതിയാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗെയിമിൻ്റെ ഇതൊക്കെയാണ്. 100 സ്റ്റാമിന യൂസ് ചെയ്യുന്നത് ഹീറോയിൻ്റെ. ഇതൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ആദ്യത്തെ ഒരു 3-4 മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് തന്നെ നിൽക്കുക. പരസ്യം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു തീർക്കുക. കാര്യം അതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റേതായി കിട്ടും. ഇതും അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി എ ലെങ്തി വീഡിയോ. ആൻഡ് ഇതും ശ്രദ്ധിക്കുക, വാച്ച് ലൈവ് ബൈ എ ബ്രോഡ്കാസ്റ്റർ ഫ്രം യുവർ ഫാമിലി ഫോർ 3 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് കാണാൻ ഉള്ളതാണ്. ഇപ്പോൾ നിലവിൽ ആരും ലൈവ് ഇട്ടിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പോയി കാണാമായിരുന്നു. ആൻഡ് യെസ്, ഇത്രയുള്ള സംഭവങ്ങൾ.